മാതർമേ മധുകൈടഭഗ്നി മഹിഷപ്രാണാപഹാരോദ്യമേ ഹേലാനിർമ്മിതധൂമ്രലോചനമധേ ഹേ ചണ്ഡമുണ്ടാഗ്നി നിശേഷീകൃതരക്തബീജധനുജേ നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശുദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവി മാഹാത്മ്യത്തിൽ ദേവി അവസാനം ദേവന്മാരെയൊക്കെ അനുഗ്രഹിച്ച് പറയണതാണ്. ആ ദേവി മാഹാത്മ്യം ചെല്ലുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും ഒക്കെയുള്ളതായിട്ടുള്ള മാഹാത്മ്യം പറയുകയാണ് ദേവി ചെയ്യണത്. തസ്മാന്മമൈതന്മാഹാത്മ്യം പഠിതവ്യം സമാഹിതൈഃ ശ്രോതവ്യം ച സദാ ഭക്ത്യാ പരം സുസ്ഥേനം മഹത്. തസ്മാത് അതുകൊണ്ട് മമ ഏതത് മാഹാത്മ്യം എൻ്റെ ഈ മാഹാത്മ്യത്തെ, എൻ്റെ മാഹാത്മ്യത്തെ വിവരിക്കുന്നതായിട്ടുള്ള ഈ സ്തോത്രം, ദേവി മാഹാത്മ്യം എന്നുള്ളതായിട്ടുള്ള സ്തോത്രം, അത് എങ്ങനെയുള്ളതാണ്? പരം സുസ്ഥേനം മഹത്, ഏറ്റവും മഹത്താണ്, ശ്രേഷ്ഠമാണ്. പരം സുസ്ഥേനം, ഏറ്റവും മംഗളകരവുമാണ്. വളരെയധികം മംഗളകരവും ശ്രേഷ്ഠവുമായിട്ടുള്ള എൻ്റെ ഈ മാഹാത്മ്യത്തെ കുറിക്കുന്നതായിട്ടുള്ള സ്തോത്രത്തെ ശ്രോതവ്യം, അത് സമാഹിതൈഹി ശ്രോതവ്യം, വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ടതാണ്. വെറുതെ കേൾക്കുക എന്നുള്ളതല്ല, ശ്രദ്ധയോടുകൂടി അവധാനത്തോടു കൂടി കേൾക്കേണ്ടതാണ് എന്നാണ്. ശ്രോതവ്യം ച സദാ ഭക്തിയ പരം സുസ്ഥേനം മഹത്, വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്, അത്യധികം മംഗളകരവും ആയിട്ടുള്ളതാണ്. അപ്പം ഇത് എല്ലാവരും വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് കേൾക്കേണ്ടതാണ്, പഠിക്കേണ്ടതും ആണ് എന്ന് ദേവി പറഞ്ഞു. ഉപസർഗാനശേഷംസ്തു മഹാമാരീ സമുദ്ഭവൻ തഥാ ത്രിവിധമുൽപാദം മാഹാത്മ്യം ശമയേൻ മമ. ഇത് ഈ മാഹാത്മ്യം ചെല്ലുന്നതും കേൾക്കുന്നതും ഒക്കെ തന്നെ ഉപസർഗാൻ അശേഷാൻ തു, അശേഷാൻ ഉപസർഗാൻ, എല്ലാ വിധത്തിലുള്ളതായിട്ടുള്ള ഉപസർഗങ്ങളെയും എല്ലാ വിധത്തിലുള്ളതായിട്ടുള്ള ഉപദ്രവങ്ങളെയും ആയിട്ടുള്ളതായിട്ടുള്ള മഹാമാരി സമുദ്ഭവൻ, മഹാമാരി വലിയതായിട്ടുള്ള ആ മാരി മഴ, ആ മഴ കൊണ്ടുണ്ടാവുന്നതും അല്ലാതെ കണ്ടുമുള്ളതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ളതായിട്ടുള്ള ഉപദ്രവങ്ങളെ, അതിവൃഷ്ടിയാവാം, അനാവൃഷ്ടിയാവാം, അഗ്നി ആവാം, എന്തുകൊണ്ടുണ്ടാവണതായിട്ടുള്ളതായ എല്ലാ രോഗങ്ങളെയും ഉപദ്രവങ്ങളെയും അത് ഇല്ലാതാക്കുന്നു. തഥാ ത്രിവിധം ഉൽപാദം, തഥാ അപ്രകാരം തന്നെ ത്രിവിധം ഉൽപാദം, 3 വിധത്തിലുള്ളതായിട്ടുള്ള ക്ലേശങ്ങൾ, 3 വിധത്തിലുള്ളതായിട്ടുള്ള ക്ലേശങ്ങൾ അതിൽ ആധ്യാത്മികം, ആധി ദൈവികം, ആധി ഭൗതികം എന്നുള്ളതായിട്ടുള്ള 3 തരത്തിലുള്ളതായിട്ടുള്ള ക്ലേശങ്ങൾ. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരം കൊണ്ടും മനസ്സിനും ഉണ്ടാകുന്നതായിട്ടുള്ള ക്ലേശങ്ങൾ. ആധിദൈവികം എന്ന് പറഞ്ഞാൽ ദൈവം വരുത്തുന്നതായിട്ടുള്ള ക്ലേശങ്ങൾ, അതായത് മഴ അങ്ങനെയുള്ളതായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ, അങ്ങനെയുള്ളതായിട്ടുള്ള ക്ലേശങ്ങൾ. ആധിഭൗതികം എന്ന് പറയുമ്പോൾ വേറെയുള്ളതായിട്ടുള്ള ജീവികൾ വരുത്തുന്നതായിട്ടുള്ള ക്ലേശങ്ങൾ. ഇങ്ങനെയുള്ളതായിട്ടുള്ള 3 വിധത്തിലുള്ളതായിട്ടുള്ള ഉൽപാദങ്ങളെയും കഷ്ടനഷ്ടങ്ങളെയും ഒക്കെ ഇല്ലാതാക്കുന്നു ദേവിയുടെ മാഹാത്മ്യത്തിൻ്റെ പഠനവും ശ്രവണവും എന്നാണ് പറഞ്ഞത്. ശമയേൻ മമ മാഹാത്മ്യം, എൻ്റെ മാഹാത്മ്യം ഇതിനെയെല്ലാം ശമിപ്പിക്കും. മഹത്തായിട്ടുള്ള എൻ്റെ ഈ മാഹാത്മ്യം തഥാ 3 വിധത്തിലുള്ളതായിട്ടുള്ള ദുഃഖങ്ങളെയും ആധികളെയും അതേപോലെ മഹാമാരികൾ ഉണ്ടാകുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും എല്ലാം നശിപ്പിക്കും എന്നാണ്. എത്ര ഇതത് പഠ്യതേ സമ്യക് നിത്യമായ ആയതനേ മമ സ്ഥാനം തന്ന വിമോക്ഷ്യാമി സാന്നിധ്യം തത്ര മേ സ്ഥിരം. എത്ര എവിടെയാണോ മമ ആയതനേ എൻ്റെ ക്ഷേത്രങ്ങളിൽ, ആയതനം വെച്ചാൽ വാസസ്ഥാനം, അതായത് മമ ആയതനം ദേവിയുടെ ആയതനാവുമ്പോൾ അത് ക്ഷേത്രങ്ങൾ, എവിടെ എൻ്റെ ക്ഷേത്രങ്ങളിലാണോ മമ ആയതനേ ഏതത് സമ്യക് പഠ്യതേ, ഇത് വേണ്ട വിധത്തിൽ ചെല്ലപ്പെടുന്നു, പഠിക്കപ്പെടുന്നു. സമ്യക് നല്ല പോലെ പഠിക്കപ്പെടുന്നു. എങ്ങനെ? നിത്യം, ദിവസേന. യാതൊരു എൻ്റെ ആയതനത്തിലാണോ ക്ഷേത്രത്തിലാണോ ഇത്
എന്നും പാരായണം ചെയ്യുന്നത് പഠ്യതേ. സ്ഥാനം തന്ന വിമോക്ഷ്യാമി അഹം തത് സ്ഥാനം ന വിമോക്ഷ്യാമി. ഞാൻ ആ പ്രദേശത്തെ ഉപേക്ഷിക്കില്ല, ഞാൻ എന്നും അവിടെ ഉണ്ടാകും എന്നാണ്. എൻ്റെ ഈ സ്തോത്രത്തെ എന്നും പാരായണം ചെയ്യുന്നതായിട്ടുള്ള എൻ്റെ ക്ഷേത്രങ്ങളിൽ ഞാൻ എന്നും എൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്നാണ്. സ്ഥാനം തന്ന വിമോക്ഷ്യാമി, ഞാൻ ആ സ്ഥാനത്തെ ന വിമോക്ഷ്യാമി, ഉപേക്ഷിക്കുകയില്ല, ഞാൻ അവിടെ വിട്ടു പോവില്ല. സാന്നിധ്യം തത്രമേ സ്ഥിരം, തത്ര അവിടെ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ എൻ്റെ സാന്നിധ്യം സ്ഥിരമായിട്ടുണ്ടായിരിക്കും. ആ ക്ഷേത്രങ്ങളിൽ എൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാവും, ഞാൻ അവിടെ നിന്ന് ഒരിക്കലും വിട്ടുപോവില്ല എന്നാണ്. ബലിപ്രദാനേ പൂജായം അഗ്നികാര്യേ മഹോത്സവേ സർവം മമൈതൽചരിതം ഉച്ചാര്യം ശ്രാവ്യമേവ ച. ബലിപ്രദാനേ, ബലി നൽകുന്നതായിട്ടുള്ള അവസരത്തിൽ, പൂജ നൽകുന്നതായിട്ടുള്ള അവസരത്തിൽ, പൂജായാം പൂജയുടെ അവസരത്തിലും, അഗ്നികാര്യേ അഗ്നിയിൽ ഹോമിക്കുന്നതായിട്ടുള്ള അവസരത്തിലും, മഹോത്സവേ ഉത്സവകാലങ്ങളിലും, സർവം മമൈതൽ ചരിതം എൻ്റെ ഈ ചരിതം മുഴുവനും, അതായത് ഈ ദേവി മാഹാത്മ്യം എന്നുള്ളതായിട്ടുള്ള എൻ്റെ ഈ ചരിതം മുഴുവനും ഉച്ചാര്യം ശ്രാവ്യമേവ ച പാരായണം ചെയ്യുകയും വേണം, അത് മറ്റുള്ളവരെ കേൾപ്പിക്കുകയും വേണം. ശ്രാവ്യം കേൾപ്പിക്കുകയും വേണം എന്നാണ്. അത് ഇങ്ങനെയുള്ളതായിട്ട സന്ദർഭങ്ങളിലൊക്കെ, ബലി നൽകുന്നതായിട്ട സന്ദർഭങ്ങളിലും, പൂജാസമയങ്ങളിലും, അഗ്നികാര്യത്തിലും, അഗ്നിയിൽ ഹോമിക്കുന്നതായിട്ടുള്ള സമയങ്ങളിലും, മഹോത്സവത്തിലും ഒക്കെ തന്നെ സർവം എല്ലാ ദിക്കിലും മമ ഏതച്ചരിതം എൻ്റെ ഈ ചരിതം മുഴുവനായിട്ടും ഉച്ചാര്യം പാരായണം ചെയ്യുകയും വേണം. ശ്രാവ്യം ഏവച മറ്റുള്ളവരെ കേൾപ്പിക്കുകയും വേണം. ജാനത അജാനതാവാപി ബലിപൂജം തഥാകൃതം സമ്പ്രതിച്ഛാമ്യഹം പ്രീത്യ വന്യഹോമം തഥാകൃതം. ജാനത അജാനതാവാപി അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ, അറിയുന്നവനത് വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടാണെങ്കിലും അർത്ഥമൊക്കെ അറിഞ്ഞിട്ടാണെങ്കിലും, അല്ലെങ്കിൽ അർത്ഥമൊന്നും അറിയാണ്ടാണെങ്കിൽ കൂടി, ജാനത അജാനതാവാപി അറിഞ്ഞുകൊണ്ടോ അറിയാതെ കണ്ടോ, ബലിപൂജം തഥാകൃതം അപ്രകാരം ചെയ്യുന്നതായിട്ടുള്ള ബലിപൂജകളെ, തഥാകൃതം അപ്രകാരം ചെയ്യപ്പെടുന്നതായിട്ടുള്ള ബലിപൂജയെ സമ്പ്രതീച്ഛാമി ഞാൻ സ്വീകരിക്കും. അങ്ങനെ പൂജിക്കുമ്പോൾ ഞാനത് സ്വീകരിക്കും. സമ്പ്രതീച്ഛാമി ഞാനതിനെ സ്വീകരിക്കും. അഹം പ്രീത്യ ഞാൻ സന്തോഷത്തോടുകൂടി ആ പൂജയെ സ്വീകരിക്കും. വന്യഹോമം തഥാകൃതം അതെ അപ്രകാരം തന്നെ കൃതം ചെയ്യപ്പെടുന്നതായിട്ടുള്ള വന്യഹോമത്തെയും അഗ്നിയിൽ ഹോമിക്കുന്നതിനെയും എല്ലാം ഞാൻ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കും എന്നാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ.